പാടത്ത് കണ്ണു തട്ടാതിരിക്കാനാണോ നോക്കുത്തിയെ പോലെ ഇവിടെ നിൽക്കുന്നത്? അതോ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച് പറ്റിച്ച് കളയുന്ന പേടിയോ? സമയവും കൈ പിടിച്ചെപ്പോഴും ഓടുന്ന ആളല്ലേ, ഇനി ഞാനായിട്ട് തന്റെ സമയം കളയണ്ടെന്ന് കരുതി. പിന്നെ ഞങ്ങളുടെ പശുവിനിപ്പോ പുല്ലും വൈക്കോലും ഒന്നും വേണ്ട, നല്ല ജുബ്ബ കിട്ടിയാ മതി. ഇപ്പൊ അവള് കരയണത് തന്നെ ജുബ്ബോന്ന്. അതെ, ഒരു പശുവിന് എത്ര ലിറ്റർ പാല് കിട്ടും? 7-7.5. എന്താ വീട്ടില് 2 പശുക്കളല്ലേ ഉള്ളൂ? മാഷെന്താ കന്നുകാലി സെൻസസിന് വന്നതാ? അല്ല, 2 പശുക്കൾക്കും കൂടി മാക്സിമം പോയാൽ ഒരു 15 ലിറ്റർ പാല്. പിന്നെ താനെങ്ങനെ 20 ലിറ്റർ വെക്കണേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇയാൾക്ക് എന്താ ഇവിടെ ശരിക്കും ഏർപ്പാട്? എനിക്ക് എഴുത്ത്. എഴുത്തോ? ജാതകം എഴുത്ത്, ജ്യോത്സ്യം. ഭൂതവും പറയും ഭാവിയും പറയും, ഇഷ്ടപ്പെട്ട വർത്താനം പറയും. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അയ്യോ, മാസ്റ്റർ വർത്താനം കേട്ട് നിന്നാലേ നേരം വൈകിയതിനുള്ള ചീത്ത ഞാൻ ഒറ്റയ്ക്ക് കേൾക്കേണ്ടി വരും. അയ്യോ, ഞാൻ നേരം തെറ്റിച്ചൂലേ? സാരല്ല, കോളേജിലെ ടീച്ചറുടെ വായിലിരിക്കുന്നത് കേൾക്കുമ്പോ എന്നെ ഓർക്കുമല്ലോ. ഇയാളെ എവിടുത്തെ ജോത്സ്യനാ? കോളേജിലോ? ഞാനോ? ഇതെന്തൊന്നും സോപ്പിന്റെ പരസ്യോ? അത് കാര്യമായിട്ട് പറഞ്ഞതാ മാഷേ. പഠിപ്പൊക്കെ ചേട്ടൻ നാട് വിട്ടപ്പോഴേ നിർത്തി. ഇപ്പൊ ഞാൻ വലിയ ജോലിക്കാരിയാ. ഏത് കമ്പനി? കമ്പനിയിലല്ല, ഒരു ഡോക്ടറുടെ വീട്ടിലാ. അപ്പൊ നേഴ്സാ? അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നൊക്കെ പറയണേ. അല്ലേ, ഇത് കഴിഞ്ഞെങ്കിൽ കിച്ചണിലേക്ക് ചെന്നോളൂ, ഡോക്ടർക്ക് ചായ കൊടുക്കേണ്ട സമയമായി. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലായിന്ന്? എനിക്കറിയാം മോനെ, ഈ നാടകക്കാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? പാല് വാങ്ങുന്നു, കുപ്പി കൊടുക്കുന്നു. ഇതൊന്നും ആരും കാണില്ല എന്ന് കരുതിയോ? ഒരുമാതിരി നാടകക്കാരെ പോലെ അതും പറഞ്ഞുണ്ടാക്കല്ലേ. ഞാനിങ്ങനെ നിത്യകന്യകനായി ജീവിക്കുന്നത് കണ്ടിട്ട് ചേട്ടത്തിക്ക് സഹിക്കണില്ലല്ലേ? ചേട്ടത്തി, എന്റെ ഈ മനസ്സും ശരീരവും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കൊടുക്കരുത് മോൻ, ആർക്കും വിട്ടുകൊടുക്കരുത്. കെട്ടിയവനും കുട്ടികളും ഉണ്ടായിട്ടും ഈ ചേട്ടത്തി ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതെ, ആ പാൽക്കാരി കൊച്ച എന്തോ ഒരു സമ്മാന പൊതിയായിട്ട് വരുന്നുണ്ട്. ഞാൻ ഓർത്ത് മോൻ അത് കണ്ട് ചാടിയോടി പോവുകയാണെന്ന്. പ്രായം അതല്ലേ. മഞ്ചാടിക്കളി മൈന, മൈലാഞ്ചിക്കളി മൈന. സമ്മാനപ്പൊതി? ഏത് സീനിലെ സമ്മാനപ്പൊതി? ദൈവമേ, വെട്ടിത്തിരുത്തി രണ്ടാമത് എഴുതിയിട്ട് വരുമോ? അതെ, കാശില്ല കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കൂട്ടി ഇതൊക്കെ? എനിക്കാണെങ്കിൽ ഇത്തരം ഫോർമാലിറ്റീസിനോട് ഒരു വിശ്വാസവും ഇല്ല. പിന്നെ പണ്ട് തൊട്ടേ ഉള്ളൊരു ദുഷ്ട, ആരെങ്കിലും എന്തെങ്കിലും മനസ്സറിഞ്ഞ് തന്ന ഞാനത് വേണ്ടെന്ന് പറയയില്ല. ഇങ്ങ തന്നേക്കൂ. ബെസ്റ്റ് ഗിഫ്റ്റ് തരാൻ പറ്റിയൊരു മുതല്. എനിക്കറിയാം എനിക്കല്ലാന്ന്. അയ്യോ, പിന്നെ ആർക്കാ ഈ ഗിഫ്റ്റ്? ബോയ് ഫ്രണ്ടിന്? അല്ല, ഗേൾ ഫ്രണ്ടിന്. എന്റെ അനിയത്തിക്ക്. നാളെ അവളുടെ പിറന്നാളാ. പിന്നെ പറയണ്ട, എനിക്കറിയാൻ കവി ഉദ്ദേശിക്കുന്നത് എന്താന്ന്. നാളെ ഉച്ചയ്ക്ക് ഊണ് എന്റെ വീട്ടിലാണ്, താൻ തീർച്ചയായിട്ടും വരണം, വരാതിരിക്കരുത് എന്നൊക്കെയല്ലേ? വരും. അതും എന്റെ ഒരു ദുശീലമാണ്. അങ്ങനെ വലിയ പിറന്നാൾ സദ്യ ഒന്നും ഇല്ല മാഷേ. ഇത് കിട്ടുമ്പോ അവൾക്ക് വലിയ സന്തോഷാവും. അത് കാണുമ്പോ ഞങ്ങൾക്കും. വിരുന്നുകാരും സദ്യയും ഒന്നുമില്ലാത്ത ഒരു ചെറിയ പിറന്നാൾ. അപ്പൊ രംഗമഞ്ച്, നായികയുടെ വീട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പുറത്ത് കടക്കാരുടെ ആക്രോശങ്ങളും അലർച്ചകളും തുടരവേ രംഗം പതിയെ ഇരുട്ടിലേക്ക്. ദൈവമേ, ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ നായികയുടെ ജീവിതം സംഭവബഹുലമാക്കണേ.
ഇതാര്? നമ്മുടെ ശ്രീധരേട്ടന്റെ മോളല്ലയോ? നീ ഒരു 6 മാസം കൊണ്ടങ്ങ് വളർന്നു വലുതായില്ലോടി. ആ, നാട്ടുകാരുടെ കാശല്ലേ, തിന്നെ തിന്നെ. അങ്ങനെ അങ്ങ് പോയാലോ? പേടക്കാതിരി പെണ്ണെ, നിന്റെ ചേട്ടന് ഈ നാട്ടുകാർക്ക് തന്നിട്ട് പോയ ജാമ്യം മുതലാടി. നീ ഇട്ടിരിക്കുന്ന ഈ ചുരിദാറും ബാഗും മാലയെല്ലാം ഞങ്ങളുടെ കാശാ. അതുകൊണ്ട് എന്റെ പുന്നാര മോള് ഞാൻ പറയുന്ന അനുസരിക്ക്. പലിശ പോട്ടെ, ഈ മുതലെങ്കിലും ഒന്ന് മുതലാക്കണ്ടേ മോളെ? ചെല്ല്, വീട്ടിലോട്ട് ചെല്ല്. എനിക്ക് ജോലിക്ക് പോണം. ഇന്ന് നീ ഇനി ജോലിക്ക് പോകുന്നില്ല. ഇനി നിന്റെ ജോലി ഈ ആൻഡ്രൂസ് തീരുമാനിക്കും. ഓ, തിരിച്ചു പോകാൻ. എന്റെ ക്യാരക്ടർ ഒരിക്കലും കരയാൻ പാടില്ല. അതെ, എന്റെ ക്യാരക്ടർ ഇങ്ങനെ കരയാൻ പാടില്ല. ക്യാരക്ടറോ? അല്ല, അത് കുട്ടിയുടെ ക്യാരക്ടർ വെച്ചേ ഇങ്ങനെ കരയാൻ പാടില്ല. കുട്ടി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടവളാണ്. കാരണം കുട്ടിയുടെ ജീവിതം ഒരു സമരമാണ്. കണ്ണോടയ്ക്ക് ജോലിക്ക് പോവാൻ നോക്ക്. മാഷക്ക് അയാളെ അറിയാഞ്ഞിട്ടാ. എനിക്ക് അവനെ പേടിയാ. എനിക്ക് മാത്രല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അയാളെ പേടിയാ. ഞാൻ കരുതിയത് ഇയാളൊരു ഉശിരുള്ള പെൺകുട്ടിയാന്നാ. ഒരു ഊച്ചാളി ചട്ടമ്പി വന്ന് പിപ്പിടി കാണിച്ചപ്പോഴേക്കും പേടിച്ചു പോകുന്നൊരു തൊട്ടാവാടിയാണെന്ന് ഞാൻ കരുതിയില്ല. വീട്ടിൽ നിന്ന് എവിടേക്കാണാവോ ഇറങ്ങിയത് അവിടേക്ക് തന്നെ പോ. നല്ല മിടിക്കായിട്ട് ജോലിക്ക് പോവാൻ നോക്ക്. ഒന്നുമില്ല, വാ, ഞാൻ എൻ്റെ കൂടെ. താൻ ധൈര്യമായിട്ട് പൊക്കോ, തന്നെ ആരും തടയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഈ കഥയിൽ ഒരു വില്ലന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ആ കുട്ടിക്ക് 100 കൂട്ടം പ്രാരാബ്ദങ്ങളുണ്ടേ. അതിൻ്റെ ഇടയിൽ നമ്മളായിട്ട് എന്തിനാ വീണ്ടും ഒരു ടെൻഷൻ ഉണ്ടാക്കണേ അല്ലേ? അതുമാത്രമല്ല, ചേട്ടന്റെ വേഷം അഭിനയിക്കാൻ പറ്റിയ ഒറ്റൊരാളും ഈ ട്രൂപ്പിലില്ല. എന്തേ നോക്കി കണ്ടില്ലേ? ചേട്ടൻ തന്നെ പറ, നേരെ നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഇവന്മാരാണോ ഇത്രയും മസിലൊക്കെ ഉള്ള ചേട്ടന്റെ വേഷം ചെയ്യാൻ പോണത്? എന്റെ പൊന്ന ആൻഡ്രൂസ് ചേട്ടാ, അവളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പിന്മാറി തരണം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. എടാ നോക്കി കഥ ചെണ്ട പിടിച്ച് വണ്ടിയിൽ ഇത്ര. അങ്ങയുടെ മസിലിന് ഒരു പോറൽ പോലും സംഭവിക്കും. ഈ സാധനത്തിന് വേഗം കൊണ്ടുവിടും. സൂക്ഷിച്ചേട്ടാ. അയ്യോ, ക്ലാസ് മസിലിൽ എണ്ണ വെച്ചിറങ്ങിക്കോളും മനുഷ്യനെ പേടിപ്പിക്കാൻ. അങ്ങനെ ശാരീരിക അധ്വാനമില്ലാതെ ഒരു വില്ലനെ ഒതുക്കി. ദൈവമേ, അടുത്ത കുരിശ് ആരാണാവോ?